ഹായ് പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സാക്ഷാൽ രാമപുരത്തെ തെക്കേപ്പുറത്താണ്. ഞാനിങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെയുള്ള ഒരു വിധം വീടുകളിലൊക്കെ ഉള്ള ജെൻസ് ആണുങ്ങൾ ചെയ്യുന്ന കച്ചവടം കന്ന് കച്ചവടമാണ്. നമ്മളെ വൈറലായിട്ടുള്ള കുഞ്ഞിക്കോയാക്ക, അദ്ദേഹത്തിൻ്റെ നാട് ഇത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്രാമമാണിത്. അതുപോലെ തന്നെ രാമപുരത്തു നിന്ന് വലിയ കാളകളായിട്ട് വരുന്ന സക്കീർ ബായി ആൻഡ് ടീം അപ്പോൾ അവരുടെ ഫാമിലാണ് ഇപ്പോൾ ഉള്ളത്. ചുരുക്കത്തിൽ ഈ തെക്കേപ്പുറത്തെ ഞാനൊരു കന്ന് വിൽപ്പനയുടെ ഗ്രാമമായിട്ട് കാണുകയാണ്. അത്രയും സെറ്റപ്പാണ്. ഇവിടെ എല്ലാ വീട്ടിലും ഇതിൻ്റേതായ ആൾക്കാരാണ്. അതിൻ്റെ പെമ്മക്കളെ കെട്ടിച്ച് വിട്ട നാട്ടിൽ പോലും ആൺകുട്ടികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബിസിനസ് തന്നെയാണ്. ഒരു ടീമായിട്ട് തന്നെ അവർ മൊത്തത്തിൽ എല്ലാ ചന്തകളിലും സജീവമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ കാളകളുടെ വില കാര്യങ്ങളൊന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചോദിച്ചറിയാം. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ അറ്റം മുതൽ നമ്മളിങ്ങനെ വില പറഞ്ഞു തുടങ്ങാം. ഈ അറ്റത്തെ കാള എങ്ങനെ വരുന്നു സുഖാനം? ഇത് തൂക്കത്തിലൊരു 2 ചാരി ഉണ്ടാവും. 2 ചാരി ഉണ്ട്. ഇതുപോലെ വില തന്നെ ജോഡിയായിട്ട് പറയല്ലേ? അപ്പോൾ എങ്ങനെ നമ്മൾ വില ചോദിക്കുന്നത്? ഒരു 60 റുപ്യ ഇട്ടേ കൊടുക്കുക. അതൊരു 60-62 റുപ്യ ഇട്ട് അതും കൊടുക്കാം. ഓക്കെ, ഒരു 1.20 ചില്ലാനുണ്ടെങ്കിൽ രണ്ടും കൂടി ജോഡിയായിട്ട് അങ്ങനെ കൊടുക്കാം. രണ്ടും എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ്ട് കൊടുക്കാം. ഇത് ആന്ധ്ര നേരത്തെ പറഞ്ഞ അല്ലേ? കുറച്ച് ടൈപ്പാണ്. എത്ര വരുന്നത്? ഇത് 2.5 വരും. വില എങ്ങനെയാണ് ചോദിക്കുന്നത്? 70-72 റുപ്യ ഇട്ട കൈ കിട്ടിയാൽ കൊടുക്കാം. അപ്പുറം നമ്മൾ കാണിക്കല്ലേ? നമ്മൾ നേരത്തെ കാണിച്ചത്. നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കും. എപ്പോഴാണ് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മൾ ലാസ്റ്റ് 65 റുപ്യ കിട്ടിയാ. 65. ഓക്കെ, അടുത്തത് ഇത് ആന്ധ്ര നമ്മൾ ഫസ്റ്റ് കാണിച്ച. ഫസ്റ്റ് എത്ര വരും? ഇത് 2.5 ലെവലുണ്ടാവും. തൂക്കം വരും. അത് മീറ്റിൻ്റെ കണക്കല്ലേ പറയുന്നത്? മീറ്റിന് ലൈവ് അല്ല, മീറ്റിന് 2.5 പറയുന്നുണ്ട് ഗ്യാരണ്ടി. അപ്പോൾ എത്ര ചോദിക്കുന്നുണ്ട്? ഒരു 72-73 റുപ്യ ഇട്ടാ. കുറച്ചുകൂടി ഐറ്റം വരുന്നുണ്ട്. തൂക്കം കൂടുതൽ? തൂക്കം കൂടും. എത്ര വരും? അതൊരു 2.25 തൂക്കം വരും. 2.25. ചോദ്യം 75 നമ്മൾ അങ്ങനെ കൂട്ടി പറയില്ല. 72 കിട്ടിയാൽ ഇല്ല, ഇത് വീഡിയോ എടുത്തിട്ടില്ല. എത്ര ഉണ്ടാവും? ഇതൊരു 3-3.25 ഉണ്ടാവും. ചോദ്യം 90 ഉണ്ട്. ഒരു 85-86 റുപ്യ കൊടുക്കും. നമ്മൾ കണ്ടതായിരുന്നു. അതെ അതെ. ഓക്കെ, 1 സംതിങ് നമ്മൾ ചോദിച്ചു. 1.20 തൂക്കം നമ്മളൊരു 4-4.25 ഉണ്ടാവും. ഇത് നമ്മൾ കാണിച്ചത്. ഓക്കെ, ഇത് നമ്മളെത്ര എങ്ങനെ ഇതിനെത്ര ചോദിച്ചിരുന്നു? ഇത് നമ്മൾ റേറ്റ് പറഞ്ഞിട്ടില്ല. എത്ര വരും ഏകദേശം? 85-90 റുപ്യ കൊടുക്കും. 90 താഴെ. ഇവനും വരും ഒരു 2.25-2.30 ആ ലെവൽ വരും. അതിന് മേലൊക്കെ എല്ലാം അടിക്ക് വരൂല. ഒരുവിധം ഇവിടെ ഉള്ളതൊക്കെ അത്യാവശ്യം 2ന്റെ മേലെ തൂക്കമുള്ള 2ന്റെ മേലില്ല. പിന്നെ ചെറുതാളുണ്ട്, അത് വളരെ കുറവാണ്. 2-3 ഉള്ളൂ. ഇവൻ ചെയ്തു. അവന് ചോദിക്കണ 1.10 ചോദിക്കുന്നുണ്ട്. റുപ്യ കിട്ടിയ ലെവലിൽ കിട്ടിയാൽ കൊടുക്കും. ഇപ്പം ഇറച്ചി ആവശ്യത്തിനൊക്കെ അല്ലേ? ചീമ. നമ്മൾ കരുതിയിലേറെ ഇറച്ചി കിട്ടും. അടിപൊളി. എത്ര ചോദ്യം നമുക്ക്?
85 ചോദിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. ഒരു 3ൻ്റെ അടുത്ത് ഇറച്ചി ഉണ്ടാവും ഇത്. ആ ശരി. ചെമ്പൻ നമ്മൾ നേരത്തെ വീഡിയോ കണ്ട വടക്കൻ ആ പ്രൈസിങ്ങിന് പറ്റിയ മോഹവില ചോദിച്ചിരുന്നു. മോഹവില എത്ര പറഞ്ഞെങ്കിൽ പറയാം 70-75 ആ നല്ല ഇഷ്ടമുള്ള അടിപൊളി കുട്ടിയാണ്. തുണ വേറെ ഒന്നുണ്ട് വീട്ടിൽ താഴെയാണെന്ന് പറഞ്ഞു. ആ അവിടെ വേറെ 6 എണ്ണം ഉണ്ട്. ആ ജോഡി വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ തൂക്കത്തിൽ 140-150 കിലോ ഉണ്ടാവും. ഇതിനെപ്പുള്ളിലേക്ക് ചെറുതേ പൊട്ടൊന്നല്ലേ? ചെറുതാളി പെട്ട 1, 2, 3 എണ്ണം ഉള്ളു. റേഞ്ച് എത്ര വരുന്ന നമ്മളെ വില? ഒരു 40-42 ആ ലെവലൊക്കെ വരുള്ളൂ. ലെവലൊക്കെ കൊടുക്കൂല്ലേ? അത്യാവശ്യക്കാർക്കൊക്കെ പറ്റുന്ന ചെറിയ പാർട്ടിക്കാർക്കൊക്കെ പറ്റും. ഉണ്ടാവില്ല എപ്പോഴും 10-20 എണ്ണം സ്റ്റോക്ക് ഉണ്ടാവും. ഇപ്പോൾ വളരെ കുറവ്. ഇന്ന് രാത്രി ലോഡ് എത്തുള്ളൂ. സാധനം ഇവിടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. ഇല്ലാത്ത ടൈം വരില്ല. ആളുകൾക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ ഇറങ്ങാത്തൊരു പ്രശ്നം പറഞ്ഞു, വഴി കുടുങ്ങിയ പ്രശ്നം പറഞ്ഞു. നമ്മളത് അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടി വേറെ ലോഡുകൾ വരുന്നതാണിത്. ഇല്ല അത് പറഞ്ഞിട്ടില്ല. ഇത് അതിലേറെ അതിലേറെ 1000-2000 റുപ്യ കൂടുതൽ. എല്ലാവരും 10-20 കൂടുതലും ഉണ്ടാവും. 50 ഒന്നും വരില്ല. ഇത് നമ്മൾ കൊടുത്തതാണ്. ആന്ധ്രപ്പെട്ട ചെറുത് കാണുന്നുണ്ട്. ഇല്ല അത് അത്ര അല്ല. പള്ളിക്ക് ഏറ്റവും ചെറുത് വേണേ എത്ര വരും? ഇതൊരു 120-130 കിലോ വരും. ചോദ്യം ഒരു 36-38 ഉറുപ്പിക കൊടുക്കാം. നല്ല കളകുട്ടി കേട്ടോ. പള്ളിക്ക് ഏറ്റവും ചെറുത് വരും, വലുത് അവിടെ ഒരു ചെമ്പുണ്ട്, അതാണ്. ഓക്കെ. അപ്പോൾ സെക്യൂർബായുടെ ഫാമിലുള്ള മുഴുവൻ കന്നുകളുടെയും ഇപ്പോൾ മേലെ കിട്ടിയിട്ടുള്ള മുഴുവൻ കന്നുകളുടെയും വില ഓരോന്നായിട്ട് ഉൾപ്പം വില നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പറിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ഹോം ഡെലിവറി ഉണ്ട്. നിങ്ങൾക്ക് വണ്ടി കയറ്റി സാധനം വീട്ടിലെത്തിച്ച് തരും. ഫോട്ടോസ് വേണമെങ്കിൽ അങ്ങനെ അയച്ചു തരും. അല്ല നേരിട്ട് വന്ന് കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാമപുരത്തിനും പിന്നെ മക്കരപ്പറമ്പിനും ഇടയിൽ സ്കൂൾ പടി എന്നുള്ള സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് മേലോട്ട് കുത്തുന്ന 2 റോഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മേലോട്ട് കയറ്റമുള്ള റോഡിന് കയറിയിട്ട് ജസ്റ്റ് ഇവിടെ എത്തുമ്പോൾ തെക്കേപ്പുറം എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ചോദിച്ചാൽ എല്ലാവർക്കും അറിയണ്ടാവും. എല്ലാ വീട്ടിലും കന്നുകച്ചവടത്തിൻ്റെ ആളുകൾ തന്നെയാണ് കാര്യമായിട്ടുള്ളത്. ഒരു ജ്യേഷ്ഠാനുജന്മാർ മുഴുവൻ അതിൻ്റെ ആൾക്കാരാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഇവിടെ സ്പോട്ടിൽ എത്തിയിട്ട് എന്ത് ചോദിച്ചാലാണ് പെട്ടെന്ന് ക്ലിക്ക് ആവുക, ആളറിയാം? ഇവിടെ KK നാസർ, KK സെക്യൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടല്ലേ? വീട് കാണിച്ചു തരും. വീട് കാണിച്ചു തരും. ഓക്കെ. ഇവിടെ ഒരു പള്ളിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ വീട് തന്നെ. ശരി.